ക്വാറി ഉടമയായ ദീപുവും അമ്പിളിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചികഞ്ഞ് പോലീസ്. കരൾ സംബന്ധമായ രോഗമുള്ള ആളായിരുന്നു അമ്പിളി. സ്ഥിരമായി ദീപുവിന്റെ അടുത്തെത്തി പണം വാങ്ങിയിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും ദീപുവിന്റെ ക്വാറിയിൽ അമ്പിളി എത്തി പണം ആവശ്യപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. തലസ്ഥാനത്തെ ഒരു പഴയ ഗുണ്ടാ നേതാവായിരുന്നു അമ്പിളി. ഇരട്ടക്കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു. ഇപ്പോൾ ക്വാറി മണൽ മാഫിയയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. മുക്കുന്നിമലയിൽ ദീപുവിന് ക്വാറി ഉണ്ടായിരുന്നു. ഇതിന് സമീപത്താണ് അമ്പിളി എന്ന ഈ പൂർവ്വകാല ഗുണ്ട താമസിച്ചിരുന്നത്രേ. ഇതിൽ പരം ഒരു യാത്രയിൽ കൂടെ കൂട്ടാനുള്ള എന്ത് ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് മലയൻകീഴിലെ വീട്ടിൽ നിന്ന് ദീപു സ്വന്തം കാറിൽ പണവുമായി പോയത്. മാർത്താണ്ഡത്ത് നിന്ന് ഒരു സുഹൃത്ത് കാറിൽ കയറും എന്നായിരുന്നു ദീപു വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ മാർത്താണ്ഡം എത്തുന്നതിന് മുൻപ് ദീപു കൊല്ലപ്പെട്ടു. കളിയിക്കാവിള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാണ് കാറിനുള്ളിൽ ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അറസ്റ്റിലായ ഗുണ്ടാ നേതാവ് അമ്പിളി അഥവാ ചൂടാറ്റുകോട്ട അമ്പിളി ദീപുവിന്റെ പരിചയക്കാരനായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ ഇയാൾ ജയിൽ മോചിതനായ ശേഷം പശുവളർത്തൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത്. മലയത്ത് നിന്നാണ് അമ്പിളിയെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. താൻ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് എന്നാണ് അമ്പിളി പോലീസിനോട് പറഞ്ഞത്. അമ്പിളിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൊലപാതകത്തിന്റെ കാരണമോ കാറിലുണ്ടായിരുന്ന പണം എവിടെയെന്നോ അമ്പിളി എന്നാൽ വെളിപ്പെടുത്തിയിട്ടില്ല. അമ്പിളി ദീപുവിന്റെ സുഹൃത്താണെന്ന് ദീപുവിന്റെ ക്രഷർ സൂപ്പർവൈസർ നേരത്തെ പറഞ്ഞിരുന്നു. കരൾ സംബന്ധമായ രോഗമുള്ള അമ്പിളി സ്ഥിരമായി ദീപുവിന്റെ അടുത്തെത്തി പണം വാങ്ങിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും ദീപുവിന്റെ ക്വാറിയിലെത്തി പണം ആവശ്യപ്പെട്ടു. തലസ്ഥാനത്തെ പഴയ ഗുണ്ടാ നേതാവായിരുന്ന അമ്പിളി ഇരട്ടക്കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു. ഇപ്പോൾ ക്വാറി മണൽ മാഫിയയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ അടുത്ത് താമസിച്ചിരുന്ന ഒരു പരിചയമാണോ? എന്തുകൊണ്ടാണ് പതിവായിട്ട് കാശ് വാങ്ങാൻ വന്നിരുന്നത്? എന്തിനാണ് യാത്രയിൽ കൂടെ കൂട്ടിയത്? ഇതൊക്കെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. തെർമൽ കട്ടർ ഉപയോഗിച്ചാണ് ദീപുവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. തെർമോകോൾ കട്ടർ ആദ്യം കഴുത്തിൽ കുത്തിയിറക്കി, പിന്നാലെ ബലം ഉപയോഗിച്ചത് മുകളിലേക്ക് വലിച്ചു കീറി എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. താൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് ഇയാൾ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ഇത്രയും ശാരീരികമായ അവശതകളുള്ള പ്രായമുള്ള ഒരു പ്രതിക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യം. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് കളിയിക്കവിളയിലെ റോഡരികിൽ കാറിനുള്ളിൽ ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും നഷ്ടമായിരുന്നു. കൃത്യം നടന്ന കാറിൽ നിന്ന് ഒരാൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററോളം അകലെയുള്ള CCTV ക്യാമറയിലും ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അവശനായ പ്രതി ബാഗുമായി പാറശാല ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പിളി പിടിയിലായത്. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ് അമ്പിളി. തിരുവനന്തപുരത്തെ ഗുണ്ട മൊട്ട അനിയെ കൊലപ്പെടുത്തിയ കേസിലും അമ്പിളി പ്രതിയാണ്. തമിഴ്നാട് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത്. ദീപുവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസിന് നൽകിയ ചില സൂചനകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലയം സ്വദേശിയായ അമ്പിളി എന്ന സജികുമാറിലേക്ക് അന്വേഷണം എത്തിയത്. പണം ആവശ്യപ്പെട്ട് ദീപുവിനെ നേരത്തെയും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ എന്തിനായിരുന്നു കൊലപാതകം നടത്തിയത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ദീപുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാ സംഘമാണ് എന്ന സൂചന നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. പണം ആവശ്യപ്പെട്ട് അടുത്തിടെ ഗുണ്ടാ സംഘം ദീപുവിനെ വിളിച്ചിരുന്നതായി ഭാര്യ പറയുന്നു. ആദ്യം 10 ലക്ഷവും പിന്നീട് 5 ലക്ഷവും ആവശ്യപ്പെട്ടെന്ന് ദീപു പറഞ്ഞിരുന്നു. പണം നൽകാതായപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തി. മറ്റൊരു സംഘം 50 ലക്ഷം ആവശ്യപ്പെട്ടു. അച്ഛൻ 2 മാസം മുൻപ് ഇക്കാര്യങ്ങൾ തന്നോടും പറഞ്ഞിരുന്നു എന്നാണ് മകൻ പറയുന്നത്. ആക്രി കച്ചവടം നടത്തുന്ന നെടുമങ്ങാട് സ്വദേശിയുമായുള്ള ഒരു തർക്കത്തെ തുടർന്ന് ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നുവെന്നും ആ കേസ് കോടതിയിലാണെന്നും ഇവർ പറയുന്നു. കൊലപാതകത്തിൽ ആക്രി കച്ചവടക്കാരന് ബന്ധമുണ്ടെന്ന് തുടക്കത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. ജീവനക്കാരെ ഉൾപ്പെടെ ഒഴിവാക്കി ദീപു അമ്പിളിയുമായി എന്തിന് കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. തിരുവനന്തപുരം കൈമനം വിവേക് നഗർ ദിലീപ് ഭവനിൽ സോമന്റെ മകൻ ദീപുവിനെ കഴിഞ്ഞ ദിവസമാണ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കളിയിക്കവളയ്ക്ക് സമീപം പടന്താലമൂട്ടിൽ തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു. 12 വർഷം മുൻപ് മലയൻകീഴ് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ദീപു താമസിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.